ഇന്ന് നമ്മൾ ദുബായിയുടെ ഡൗൺ ടൗൺ ഏരിയ ആയത് മെയിൻ ഭാഗമാണ്. അവിടെ വേൾഡ് ട്രേഡ് സെൻറ്ററിലേക്കാണ് പോകുന്നത്. അവിടെ ഇറങ്ങിയിട്ട് ഒരു ആളെ എടുക്കാൻ മീൻസ് ഹയറിങ് ഉള്ള ഒരു കമ്പനിയുടെ അഡ്രസ്സ് തപ്പിയിട്ടാണ് അവിടെ പോകുന്നത്. അതൊരു കിളിപാറിയ ദിവസമായിരുന്നു. അവിടെ ഇറങ്ങി ആ ഓഫീസ് കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ അതിനടുത്ത് മറ്റൊരു ബിൽഡിങ്ങിൽ ഒരു പരീക്ഷണാർത്ഥം എന്നുള്ള രീതിയിൽ വെറുതെ അതിൻ്റെ റിസപ്ഷനിൽ കയറിയപ്പോൾ അവിടെ റിസപ്ഷനിൽ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൽ കുറേ ഓഫീസുകളുണ്ട്. അതിലൊരു ഓഫീസ് കണ്ടു. അതിന് ഫ്ലോർ നമ്പർ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ലിഫ്റ്റിൽ കയറി. ഒന്നും നോക്കിയില്ല, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ലിഫ്റ്റിൽ ചാടി കയറി. ലിഫ്റ്റ് നമ്മുടെ ഒരു കൊച്ചു കേരളത്തിൽ നിന്ന് ഒരു പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരെ നമുക്ക് ഈ ലിഫ്റ്റൊക്കെ അത്ര യൂസ്ഡ് അല്ലല്ലോ. അതിൽ കയറി 24ാമത്തെ നിലയിലായിരുന്നു അത്. ആദ്യമായിട്ടാണ് അത്രയും വലിയൊരു ബിൽഡിങ്ങിലും അങ്ങനെയൊക്കെ പോകുന്നത്. അപ്പം ഇതിനിടയ്ക്കൂടെ ആരൊക്കെയോ വന്ന് കുറേ തവണ മുകളിലേക്കും താഴേക്കും ഒക്കെ പോകേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഓഫീസ് നേരെ ആ ലിഫ്റ്റ് തുറക്കുന്നത് അവരുടെ ഓഫീസിലേക്ക്. അത് ആ ഫ്ലോർ മുഴുവൻ അവരുടെ ഓഫീസാണ്. അപ്പോഴേ എൻ്റെ കിളി പോയി. പിന്നെ അവർ ഇൻ്റർവ്യൂവിനാണോ വന്നതെന്ന് ചോദിച്ചു. കാരണം അന്ന് വോക്കിൻ ഇൻ്റർവ്യൂസ് നടക്കുന്ന ദിവസം. വോക്കിൻ ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞ് അവർ അനൗൺസ് ചെയ്യുന്ന ദിവസം നമുക്ക് ആർക്ക് വേണമെങ്കിലും കയറി ചെല്ലാൻ പറ്റുന്നൊരു സമ്പ്രദായമാണ്. അപ്പം നമ്മളവിടെ ഇരുന്നു. അവർ വെള്ളം തരുന്നു, ചായ തരുന്നു, എന്തൊക്കെയോ സംസാരിക്കുന്നു. ആകെപ്പാടെ വലിയൊരു റിച്ച് സെറ്റപ്പാണ്. അത് കഴിഞ്ഞു ഡ്രോയിങ്സ് തന്നു. ഡ്രോയിങ്സ് ഒന്നും ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതാണ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ബുർക്കയൊക്കെ ഇട്ട് ഒരു ലേഡി ഉണ്ടായിരുന്നു, എന്തോ മാനേജറാണെന്ന് തോന്നുന്നു. അവർ വന്ന് ആരൊക്കെയോ ചീത്ത പറയുന്നുണ്ട് വർക്ക് ചെയ്തതിൻ്റെയൊക്കെ. വീട്ടുകാരെ വരെ ചീത്ത പറയുന്നതാണ് കേൾക്കുന്നത്. ഭയങ്കര ഒച്ചത്തിൽ ഷൗട്ട് ചെയ്ത് ഞാൻ ഞെട്ടിപ്പോയി. അതെല്ലാം കണ്ടപ്പോഴേ നമ്മുടെ കിളി മാറി. പിന്നെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്തു, തിരിച്ചു വന്നു. അവർക്ക് മനസ്സിലായി ചാറിന്. അവർ ടെൻഷനൊക്കെ ചോദിച്ചു. പിന്നെ ചാറോട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. ഒരുവിധം അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ഇറങ്ങിപ്പോയിരുന്നു. അവിടെ നിന്ന് വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. അതൊരു ഫെയിലറായിരുന്നു, അവിടെ നമുക്ക് കിട്ടിയൊന്നുമില്ല. അങ്ങനെ ആ ദിവസം അതൊരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇൻ്റർനെറ്റ് സിറ്റിയിലേക്ക് വന്നത്. അവിടെ ഒരു റിക്വയർമെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അവിടെ പക്ഷേ ബസ് സ്റ്റോപ്പൊന്നും ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നു. അവിടെ നിന്ന് കുറേ നടക്കേണ്ടി വന്നു. അവസാനം പുൽത്തകിടിയിലൊക്കെ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെയാണ് പിന്നെ നടന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേനും അവർ ഓൾറെഡി ആളെ എടുത്തിരുന്നു. അങ്ങനെ അതും പോയി. അവിടെ നിന്നൊന്നും കിട്ടിയില്ല. അവിടെ നിന്ന് നിരാശയോടെ മടങ്ങേണ്ടി വന്നു. ഗൂഗിൾ എന്താ പറയുന്നുണ്ട്. അയ്യോ, ഇന്നും നടന്നൊരു വഴിയായി. ഇന്നും ഇങ്ങനെ നടക്കുന്നു. ഇന്നലത്തെ എൻ്റെ അത്രയും നടക്കുന്നില്ല കേട്ടോ. കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ മുകളിൽ കൂടെ വിമാനം പോയിക്കൊണ്ടേയിരിക്കുന്നു. രസമുണ്ട്. ഇതൊരു ഓവർ ബ്രിഡ്ജാണ്. ചില റോഡുകളിൽ നല്ല തിരക്കുള്ളതും നല്ല വീതിയുള്ള റോഡിലും ഒക്കെ നമുക്ക് ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ബ്രിഡ്ജുകളുണ്ട്. അതിൽ താഴേക്ക് ഇറങ്ങിപ്പോകാൻ പടിയുമുണ്ട്, ചിലത് ലിഫ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം പോകുന്നതാണ്. അതും ഈ പറഞ്ഞ പോലെ ഒരു റിക്വയർമെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ അവിടെയും ചെറുതായിട്ട് ചീറ്റിപ്പോയി. അവിടെ നിന്നൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് റെസ്യൂമ് കൊടുത്തിട്ട് വന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ തിരിച്ച് ഡബിൾ ഡെക്കറിലൊക്കെ കയറിയാണ് തിരിച്ച് റൂമിലേക്ക് എത്തിയത്. ഡബിൾ ഡെക്കറിൽ മുകളിലിരുന്ന് വരാൻ നല്ല രസമാണ് കേട്ടോ. നല്ല കാഴ്ചയാണ്. രാത്രിയിൽ നല്ല ലൈറ്റും ഇതൊക്കെയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അത്യാവശ്യം നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ദിവസവും കഴിഞ്ഞു. അങ്ങനെ അടുത്ത എൻ്റെ ദിവസം വീണ്ടും പൂർവാധികം ശക്തിയോടെയും കോൺഫിഡൻറ്റോടു കൂടിയും പോയത് നേരെ ബിസിനസ് ബേയിലേക്കായിരുന്നു. പക്ഷേ അതെൻ്റെ വളരെ മോശം ഒരു ദിവസമായിരുന്നു.
Emirates Towers. المحطة القادمة هي الرجل الفراغ. The next station is Emirates Towers. Financial Center. المحطة القادمة هي المدينة المالية. The next station is Financial Center. Dubai Mall. The next station is Burj Khalifa, Dubai Mall. المحطة القادمة هي برج خليفة دبي مول. The next station is Burj Khalifa, Dubai Mall. ഇതാണ് ബിസിനസ് ബേ. ഇവിടെ നമുക്കിങ്ങനെ വലിയ വലിയ കെട്ടിടങ്ങൾ കാണാം. ഇവിടെ മോസ്റ്റ് ഓഫ് ദി ബിൽഡിങ്ങുകൾ ഈ പറഞ്ഞ ഓഫീസ് ബിൽഡിങ്ങുകളാണ്. കുറച്ച് ഹൈ ലെവലിലുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. മെയിനായിട്ടുള്ള നമ്മുടെ ഷെയ്ഖ് സായദ റോഡിലൂടെ അതിൻ്റെ സൈഡിൽ തന്നെയാണ്, അതായത് ഇതിൻ്റെ മുന്നിലൂടെ പോകുന്നത് ഷെയ്ഖ് സായദ റോഡ് തന്നെയാണ്. ഇവിടുത്തെ പ്രധാന റോഡാണത്. ഇവിടുത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങും വെറുതെ കയറി ചെല്ലാൻ പറ്റില്ല. മോസ്റ്റ് ഓഫ് ദി കമ്പനികളിൽ നമുക്ക് അപ്പോയിൻമെൻറ്റോട് കൂടി മാത്രമേ ബിൽഡിങ്ങുകൾക്കുള്ളിൽ കയറാൻ പറ്റുള്ളൂ. ഹലോ. അത് വല്ലാതെ വിഷമമുണ്ടാക്കിയ കുറച്ച് അനുഭവങ്ങളായിരുന്നു. ചിലർ നമ്മളോട് വളരെ മര്യാദയോടുകൂടി പറയും ഇവിടെ അപ്പോയിൻമെൻ്റ് ഉണ്ടോ ഇല്ലെങ്കിൽ കയറാൻ പറ്റില്ല എന്നുള്ളത്. ചില സെക്യൂരിറ്റീസൊക്കെ നമ്മുടെ വിഷമം കണ്ടിട്ട് തന്നെ അവർ പറയും കയറ്റി വിടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്ക് പറ്റില്ല എന്ന് പറയും. പക്ഷെ ചിലർ നമ്മളെ വളരെ പുച്ഛത്തോടു കൂടി നീ ഏതാണ് ഇറങ്ങി പോകില്ലേ എന്നുള്ള രീതിയിലാണ് നമ്മളെ നോക്കുന്നതും അല്ലെങ്കിൽ നമ്മളോട് ഇടപഴകുന്നതും. അത് നമുക്ക് ഭയങ്കര ഒരു വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണ്. അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ടായിരുന്നു. നമുക്ക് വിഷമിച്ച് വന്ന് ഇരിക്കാൻ പറ്റിയൊരു ബെഞ്ചുണ്ടായിരുന്നു. കുറച്ച് നേരം അങ്ങനെ വിഷമിച്ചൊക്കെ ഇരുന്നിട്ട് വീണ്ടും പൂർവാധിക ശക്തിയോടെ ഞാൻ എൻ്റെ എനർജിയിലേക്ക് തിരിച്ചു വന്നു. എനിക്കങ്ങനെ ഇരിക്കാൻ പറ്റില്ല, നടന്നേ പറ്റുള്ളൂ. ആ ഒരു എനർജിയിൽ വീണ്ടും നമ്മളങ്ങനെ നടത്തും. ഓക്കെ, പാമ്പറം ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ദിവസം വരും. ബിൽഡിംഗ് നോക്ക്, ഷേപ്പ് ഉണ്ടോ? ഹൈ കൊള്ളാല്ലേ? ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഷേപ്പ്. എന്ത് ഷേപ്പ് അല്ലേ, നല്ല രസമുണ്ട്. ഇവിടെ എല്ലാം ഇങ്ങനെ മാനം മുട്ടുള്ള സാധനങ്ങൾ മാത്രമേ. ബിസിനസ് ബേ. യെസ്. എന്തൊക്കെ പറഞ്ഞാൽ ഈ സ്ഥലം നല്ല സൂപ്പറാട്ടോ. ഇവർ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ വാട്ടർ ബോഡിയൊക്കെ കാണാം, വെള്ളം ഇതിലൂടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട്. നല്ല രസമാണ്, ഭയങ്കര അടിപൊളിയായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു ഏരിയയാണ് ബിസിനസ് ബേ എന്ന് പറയുന്നത്. ഭയങ്കര അട്രാക്ഷനാണ്. ഇവിടേക്കാരും വരണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ഇട്ടത്. എന്തായാലും ബിസിനസ് ബേ എല്ലാവരും ജോലി അന്വേഷിച്ച് വരുമ്പോൾ വരുന്ന ഒരു സ്ഥലം തന്നെയാണ്. ബിസിനസ് ബേ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡ്രീം പ്ലേസ് ആണ് ദുബായിലേക്ക് ജോലി അന്വേഷിച്ച് വരുന്നവരുടെ. കാരണം ചില കമ്പനികളിലൊക്കെ നമുക്ക് അങ്ങനെ കയറാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ കുറേ നടക്കാനുണ്ട്. നടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ലക്കിന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് ജോലി കിട്ടിയാൽ നല്ലൊരു പാക്കേജും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമുക്കിവിടെ ഉണ്ടാവുക. അതുകൊണ്ട് ആരും ബിസിനസ് ബേ ഉപേക്ഷിക്കരുത്, എന്തായാലും വരണം. എൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് കുറച്ച് കളർഫുള്ളാക്കിയിട്ടുണ്ട്. ഷർട്ടൊക്കെ ചുളുങ്ങിയ ബാഗിട്ട് മെത്തേഡ് അടിയിൽ ഷർട്ട് നിവർത്തി വെച്ചും അല്ലെങ്കിൽ ആരുടെയെങ്കിലും അയൺ ബോക്സ് കിട്ടിയാൽ അത് വെച്ച് തേച്ചും ഒക്കെയാണ് ഈ ഷർട്ടൊന്ന് നൂത്തോണ്ട് വരുന്നത്. നീളത്തിലുള്ള ബസ്സാണ്, 2 ബസ് കണക്ട് ചെയ്തേക്കുന്നത്. Next stop is Atlas Marine Service. ഇൻഡസ്ട്രിയൽ ഏരിയാസ് ആണ് ഇതുപോലെ. നമ്മൾ നേരത്തെ ആദ്യം വന്ന വീണ്ടും സൈസിലേക്ക് ഇൻഡസ്ട്രിയൽ ഏരിയ 3 and 4.
കഴിയുന്നതും ആഹാരമൊക്കെ നല്ലോണം കഴിച്ചിട്ട് ഇറങ്ങാൻ നോക്കണം. അതെല്ലാം എന്നുണ്ടെങ്കിൽ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എവിടെയാണ് ഇറങ്ങുക, എങ്ങനെ സിറ്റുവേഷൻ, നമ്മൾ പോകുന്ന ഏരിയ അനുസരിച്ച്. ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇടയ്ക്കൊന്നും അങ്ങനെ റെസ്റ്റോറൻറ്റുകളൊക്കെ വളരെ ചുരുക്കമാണ്. നമുക്ക് അങ്ങനെ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ഏരിയ ആണ്, സിറ്റിയൊന്നും അല്ല. പിന്നെ നമ്മുടെ കയ്യിൽ ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് ബസ്സിലൊന്നും ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. ഇവിടെ ബസ്സിലും ട്രെയിനിലും ഒന്നും നമ്മൾ ആഹാരം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും അലൗഡ് അല്ല, അത് ഫൈൻ ഉണ്ട്. അപ്പോൾ അതും പറ്റില്ല. ഒന്നീ കഴിച്ചിട്ട് ഇറങ്ങുക, അല്ലെങ്കിൽ ബസ്സിൽ കയറുന്നതിന് മുമ്പ് തന്നെ എവിടെയെങ്കിലും നോക്കുക, കഴിക്കാൻ ഗൂഗിളിൽ നോക്കിയിട്ട് റെസ്റ്റോറൻറ്റുകളുണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിച്ചിട്ടൊക്കെ കയറുക. എല്ലായിടത്തും പക്ഷേ ഇല്ല കേട്ടോ, എല്ലായിടത്തും ഇല്ല. The next station is Airport Terminal 3. വലിയ എക്സ്പീരിയൻസുകളിൽ ടെർമിനൽ, ഇതേതാ എയർപോർട്ട് ടെർമിനൽ 3. Don't just fly the town. അങ്ങനെ ഇന്ന് നമ്മൾ 1-2 CV ഒക്കെ കൊടുത്ത് തിരിച്ച് റൂമിലേക്ക് പോയി. Arrive at platform 1. ഞാനിപ്പോൾ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി നിൽക്കുകയാണ്. ഇവിടെ വരാൻ വേണ്ടി വന്നതല്ല, കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തി. പക്ഷേ നല്ല സ്ഥലമാണ് ഇത്. ഇവർ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഏരിയ ആണ്, ഒരു ടൂറിസത്തിൻ്റെ ഒരു അട്രാക്റ്റീവ് പ്ലേസാണ്. ഇവിടെ ബോട്ടിംഗ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു നല്ല ഫീലാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. നല്ല ഈ വെള്ളമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കാൻ നല്ല രസമാണ്. ക്ലൈമറ്റ് ചൂടൊന്നും ഇല്ലാത്ത സമയത്ത്, ചൂടൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്. നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ, കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ ഫ്ലാഗ് ഉണ്ട്. എവിടെ നോക്കിയാലും നമുക്ക് ഫ്ലാഗ് ഇങ്ങനെ കാണാൻ പറ്റും. നല്ല രസമാണ് ഇവരുടെ ഫ്ലാഗ് കാണാനും. പിന്നെ മിക്ക സ്ഥലങ്ങളിലും ഇതിങ്ങനെ ഉണ്ടാവും. കഴിച്ചില്ല, എന്തെങ്കിലും കഴിക്കണം. സാൻഡ്വിച്ച് പോലെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റും. അല്ലാതെ നമ്മളുടെ ചോറൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് കഴിക്കലൊക്കെ ബുദ്ധിമുട്ടാണ്, നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഞാനൊന്നും എടുത്തിട്ടുമില്ല, ഇനി എവിടെ നിന്നാണ് കഴിക്കുകയെന്നും അറിയില്ല. ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൽ ചെന്നിട്ട് നമുക്കിപ്പം പ്രത്യേകിച്ചൊരു ഓഫീസ് അറിയില്ലെങ്കിൽ റിസപ്ഷനിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ബോർഡ് ഉണ്ടാവും. ആ ബിൽഡിങ്ങിലുള്ള ഓഫീസുകളുടെ പേരും പിന്നെ ഫ്ലോർ നമ്പറും ഉണ്ടാവും. പെട്ടെന്ന് അത് നോക്കിയിട്ട് ഇപ്പോൾ സെക്യൂരിറ്റി എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അത് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ഫ്ലോർ, ഏതെങ്കിലും ഒരു ഓഫീസ് പറയാം. ചില ബിൽഡിങ്ങിൽ കുഴപ്പമുണ്ടാവില്ല, അവരോട് ഇന്ന ഓഫീസാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, അവർ ജസ്റ്റ് ചോദിക്കുന്നുണ്ടാവുള്ളൂ. അങ്ങനെ നമുക്ക് കയറിപ്പോകാൻ പറ്റും. എല്ലായിടത്തും ഇത് വർക്കൗട്ട് ആവില്ല, പക്ഷേ പെട്ടെന്ന് നോക്കിയിട്ട് പറയും നമ്മൾ അതാണ് നോക്കിയത് എന്നുള്ള രീതിയിൽ നോക്കിയിട്ടൊരു നൈസായിട്ടുള്ളൊരു പരിപാടി.